ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ടർക്കിഷ് മിൽക്ക് കേക്കാണ്. എന്താ പറയുക, നമുക്ക് പാർട്ടികളിലെല്ലാം ഒന്ന് തിളങ്ങാനും എന്താ പറയുക അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളിലോട്ട് 3 മുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ആ മുട്ട ഒന്ന് എന്താ പറയുക ഒന്ന് പതഞ്ഞ് ഒന്ന് ഫ്ലഫി ആയിട്ട് വരില്ലേ, അതുവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിലോട്ട് ഒരു 1/2 കപ്പ് ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഞാനൊരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് അതും ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ മുട്ടയിലേക്ക് തന്നെ ഇതൊന്ന് അരിച്ചിട്ടിട്ട് കൊടുക്കുക. ഈ മൈദ ഇട്ടതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. ബീറ്റർ കൊണ്ട് ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യാണ്ട് പിന്നെ ഇതേപോലെ നമ്മൾ എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കുക നല്ലോണം. ഇനി ഞാനിതാ ട്രെയിൽ ഇത് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അപ്പോഴേക്കും അവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനാണ് ഇനി ബട്ടർ പേപ്പർ വിരിച്ച് അതിൽ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഈ ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാൻ ഇത് അവനിലോട്ട് മാറ്റാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് റെഡിയാവും. ഈ പ്ലെയിൻ കേക്കെല്ലാം എല്ലാവർക്കും എന്താ പറയുക ഉണ്ടാക്കാൻ അറിയുന്ന തന്നെ ആയിരിക്കും. നമുക്ക് കേക്ക് ഇല്ലെങ്കിൽ ബ്രെഡ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഈ കേക്ക് ഉണ്ടാക്കാനെല്ലാം മടിയുള്ളവരുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ കേക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിതിങ്ങനെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ബ്രൗൺ പാർട്ടെല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാം ഒന്ന് ലെവലാക്കി വെച്ചിട്ടുണ്ടായിന്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് സിറപ്പ് ഒഴിക്കുമ്പോൾ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മിൽക്ക് ബ്രെഡ് ഉണ്ടല്ലോ, മധുരമുള്ള, അതെല്ലാം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. കേക്ക് തന്നെ വേണമെന്നില്ല, അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു ബൗളിലോട്ട് 1.5 കപ്പ് പാലും പിന്നെ ഒരു 1/2 ടിൻ മിൽക്ക് മെയ്ഡ്. ഈ പാലിലേക്ക് കണക്കായിട്ടുള്ള ഒരു മധുരം ഉണ്ടല്ലോ, അതിനാവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഒരു 1/2 പാക്കറ്റ് ഇതുണ്ടല്ലോ ഡ്രീം വിപ്പിംഗ് പൗഡർ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇത് ഈ കേക്കിൻ്റെ മേലെ ഫുള്ളായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഫുൾ ഈ കേക്കൊന്ന് എന്താ പറയുക ഈ സിറപ്പൊന്ന് വലിച്ച് കുടിച്ച് ഒന്ന് വെറ്റായിട്ട് വരണം. ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം, എല്ലാം ഒന്ന് തട്ടി ലെവലാക്കിയതിന് ശേഷം. ഇനിയിപ്പോൾ ഇത് വേറൊരു ബൗളിലോട്ട് നമുക്ക് ഡ്രീം വിപ്പ് ഉണ്ടല്ലോ, വിപ്പിംഗ് ക്രീം, അതിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നമ്മളിതൊരു ക്രീം റെഡിയാക്കി എടുക്കണം. ഈ കേക്കിൻ്റെ മേലെ ഒന്ന് എന്താ പറയുക സ്പ്രെഡ് ചെയ്യാനുള്ളത് ഇത് ഫുള്ളായിട്ട് ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യുക. അങ്ങനെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കേക്കിൻ്റെ മേലെ ഫുള്ളൊന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഒഴിക്കാനുള്ളൊരു കാരമൽ സോസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാത്രത്തിൽ 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി അത് ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മുടെ എന്താ പറയുക പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കൂലേ, അതുപോലെ. എന്നിട്ട് ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ ഏതെങ്കിലും പക്രീമോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് എല്ലാം ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ക്രീമും ബട്ടറും എല്ലാം ഒന്ന് മെൽട്ടാകുന്ന വരെ കുറേ നേരം വെക്കണ്ട. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. എന്നിട്ട് നമുക്കിത് ചൂടോടെ തന്നെ ഇതിൻ്റെ മേലൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഒഴിച്ച് എല്ലാം ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്കിത് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കാം. ഇതൊന്ന് അവിടെ നിന്ന് സെറ്റ് ആവട്ടെ. ഇനിയിപ്പോൾ ബാക്കി വന്ന് നേരത്തെ റെഡിയാക്കിയ ക്രീം ഉണ്ടല്ലോ, ഞാനതാ ഇതേപോലെ ഒന്ന് എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അല്ല പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കാം. പക്ഷെ ഇതിൻ്റെ ഹോള് കുറച്ച് വലുതായിപ്പോയി.
പിന്നെ ഇത് ലാസ്റ്റ് ഞാൻ തിരക്ക് പിടിച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇത്തിരി സ്പീഡിലായതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. പിന്നെ എല്ലാ ടർക്കിഷ് മിൽക്ക് കേക്കിൻ്റെയും എന്താ പറയുക ഡിസൈൻ ഇതേപോലെ തന്നെ ഉണ്ടാവുക. എന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് വരഞ്ഞു കൊടുക്കുക. അപ്പം നല്ല അടിപൊളി മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ലോണം ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.